നോമ്പുമായി ബന്ധപ്പെട്ട ചില ആദാബ് മര്യാദകളാണ് നമ്മൾ ഇന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. നോമ്പിൻ്റെ മര്യാദകളും അതിലെ സുന്നത്തുകളും പാലിച്ചാലാണ് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുക. അതിൻ്റെ വാജിബാത്തുകൾ, നിർബന്ധമായ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയാണത് പരിഹരിക്കപ്പെടുക. നോക്കൂ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പ് തുറ. അതിന് ധൃതി കൂട്ടുക, അതുപോലെ അത്താഴം വൈകിപ്പിക്കുക എന്നത്. നോമ്പ് തുറക്ക് ധൃതി കൂട്ടുക. എങ്ങനെയാണ് ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ, നോമ്പിൻ്റെ സമയം അവസാനിച്ചാൽ പിന്നെ ധൃതി കൂട്ടുക. എപ്പോഴാണ് നോമ്പിൻ്റെ സമയം അവസാനിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഖ്ബല ലൈലു മിൻ ഹാഹുന വഅദ്ബറ النهار من هاهنا وغربت الشمس فقد أفطر الصائم. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 കാര്യങ്ങളാണ്. നോമ്പിൻ്റെ സമയം അവസാനിക്കപ്പോഴാണ് ഇദാ അഖ്ബല ലൈലു മിൻ ഹാഹുന, രാത്രി ഇതാ ഈ ഭാഗത്തുകൂടെ കടന്നു വന്നാൽ, വഅദ്ബറ النهار من هاهنا, പകൽ ഇതാ ഈ ഭാഗത്തുകൂടെ പിന്നോട്ട് പോയാൽ, പകൽ പോയി രാത്രി വന്നു, വഗറബത്തി ശംസ്, സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ, ഫഖദ് അഫ്തറ സായിം, നോമ്പുകാരൻ നോമ്പ് മുറിച്ചുകൊള്ളുക. 3 കാര്യങ്ങൾ. ഇത് 3ഉം ഒരുമിച്ചാണ് സംഭവിക്കുക. അതായത് പകൽ പോവുക, രാത്രി വരിക, സൂര്യൻ അസ്തമിക്കുക. അപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ, സൂര്യൻ്റെ ആ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗം കൂടി താഴേക്ക് പോകുന്ന രൂപത്തിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അതോടെ നോമ്പിൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു. അപ്പോഴാണ് മഗ്രിബ് വാങ്ക് വിളിക്കുക. അപ്പോഴാണ് മഗ്രിബിൻ്റെ അദാൻ വിളിക്കുക. മഗ്രിബിൻ്റെ സമയം എപ്പോഴാണ് ആരംഭിക്കുക? മഗ്രിബിൻ്റെ സമയം എപ്പോഴാണ്? സൂര്യൻ അസ്തമിച്ചത് മുതൽ, മിൻ ഗുറൂബി ഷംസ് ഇലാ ഗുറൂബി അഷഫഖ്. സൂര്യൻ അസ്തമിച്ചത് മുതൽ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള ആ വെളിച്ചം, അസ്തമയ ശോഭ, അത് പൊയ്പോകുന്നത് വരെ, അതുവരെയാണ് മഗ്രിബിൻ്റെ സമയം. സൂര്യൻ അസ്തമിച്ചാൽ ആണ് മഗ്രിബിൻ്റെ സമയം ആരംഭിക്കുക. എപ്പോഴാണ് മഗ്രിബിൻ്റെ സമയം തീരുക? പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ അസ്തമിച്ച ശേഷം ഒരു ചുവന്ന വെളിച്ചം കാണും, ഷഫഖുൽ അഹ്മർ എന്ന് പറയുന്നത്. ആ അസ്തമന ശോഭ അത് മായുന്നതോടെ മഗ്രിബിൻ്റെ സമയം അവസാനിച്ചിരിക്കും. അതോടെ ഇശാഇൻ്റെ സമയം തുടങ്ങും. അതോടെ എന്തു ചെയ്യും? ഇശാഇൻ്റെ സമയം അതോടെ ആരംഭിക്കും. പക്ഷേ ഇശാ ബാങ്ക് പൊതുവെ വൈകിയാണ് എല്ലായിടത്തും കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇശാഇൻ്റെ സമയം ആരംഭിച്ചിട്ടുണ്ട്, മഗ്രിബിൻ്റെ സമയം അവസാനിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഇതാണ് മഗ്രിബിൻ്റെ സമയം. അത് ആരംഭിക്കുന്നതോടെയാണ് നോമ്പിൻ്റെ സമയം അവസാനിക്കുന്നത്. അപ്പോൾ അത് സംഭവിച്ചാൽ ഉടനെ നോമ്പ് തുറക്കുക എന്നതാണ് സുന്നത്തായ രീതി, ശ്രേഷ്ഠമായ രീതി. അതിൽ നിന്ന് വൈകിപ്പിക്കുക എന്നത് നല്ല കാര്യമല്ല. ആധുനിക കാലത്താകട്ടെ എപ്പോഴാണ് സൂര്യാസ്തമയം എന്നറിയാൻ നമുക്ക് ധാരാളം വഴികളുണ്ട്. ബാങ്കിൻ്റെ സമയം ഇതനുസരിച്ചാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഇസ്ലാമിലെ ഇബാദത്തുകൾ അത് മുഴുവൻ ഒരു ആധുനിക സൗകര്യങ്ങളില്ലാത്ത അവസ്ഥയിലും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. ഒരു തടസ്സമില്ല. കാരണം ഇസ്ലാമിൽ മാസം തീരുമാനിക്കപ്പെടുക ചന്ദ്രൻ്റെ പിറവിയോടെയാണ്. ദിവസത്തെ ഇബാദത്തുകൾ അത് സൂര്യനുമായും നിഴലുമായും ഒക്കെ ബന്ധപ്പെട്ടാണ്. ഇത് നോക്കൂ, ഇത് നോക്കാൻ ഒരാളുടെ പക്കലൊരു ക്ലോക്കോ അല്ലെങ്കിൽ ഒരു കലണ്ടറോ ഒരു ആധുനിക സൗകര്യമില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയുള്ളൊരു കാലത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നാട്ടിലോ ആണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ പോലും ഇസ്ലാമിലെ ഇബാദത്തുകൾ ചെയ്യാൻ അയാൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഇത് പഠിച്ചാൽ മതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ്യ ലാ നക്തുബ് വലാ നഹ്സുബ് അശ്ശഹ്റു ഹാകദ വഹാകദ വഹാകദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളൊരു ഉമ്മിയത്തായ ഉമ്മത്താണ്, അക്ഷരജ്ഞാനമില്ലാത്ത ഉമ്മത്താണ്. ലാ നക്തുബ് വലാ നഹ്സുബ്, നമുക്ക് എഴുത്തും വായനയും അറിയില്ല, കണക്കും അറിയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ കൊണ്ട് കാണിച്ചു, അശ്ശഹ്റു ഹാകദ വഹാകദ വഹാകദ, മാസം ഇങ്ങനെയാണ്. അഥവാ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു 10 10 10 എന്ന്, അഥവാ 30. എന്നിട്ട്
ചന്ദ്രൻ കാണാതെ പോയാൽ 29 എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൻ്റെ കഴിവില്ലായ്മയും ഈ ഉമ്മത്തിൻ്റെ ബലഹീനമായ അവസ്ഥയും പറയാം, നമുക്ക് എഴുതാൻ വായിക്കാനും അറിയില്ല, കണക്കൂട്ടാൻ അറിയില്ല, അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. മറിച്ച് ഏത് കാലാവസ്ഥയിലും ഏത് കാലത്തും ഏത് നാട്ടിലും ഒരാളുടെ പക്കൽ ഒരാധുനിക സൗകര്യങ്ങളും ഇല്ലെങ്കിൽ ഇസ്ലാമിലെ ഇബാദത്തിന് യാതൊരു പ്രയാസമില്ല. കാരണം സൂര്യൻ നോക്കിയാൽ, നിഴൽ നോക്കിയാൽ, ചന്ദ്രൻ നോക്കിയാൽ ഖലാസ് കാര്യം മനസ്സിലായിരിക്കും. അതേസമയം ഈ സൗകര്യങ്ങൾ ഉണ്ടായാൽ, അഥവാ പ്രത്യേകിച്ച് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സമയം കൃത്യമായി അത് നമുക്ക് നേരത്തെ കണക്ക് കൂട്ടി വെക്കാൻ സാധിക്കും, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ചന്ദ്രൻ്റെ പിറയുമായി ബന്ധപ്പെട്ട് കണക്കുകൾ അവലംബിക്കുക എന്നത് പാടില്ല, വളരെ മോശമായ ബിദ്അത്തായ കാര്യമാണ്. കണക്കുകളെ എന്തിനവലംബിക്കുക? ചന്ദ്രപ്പിറവിക്ക് മാസം നോക്കാൻ അവലംബിക്കുക എന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണാനാണ് പറഞ്ഞത്. എന്നാൽ നിസ്കാരത്തിൻ്റെ സമയം അത് കാണണമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബന്ധന വെച്ചിട്ടില്ല, അത് നടന്നാൽ മതി, നടന്നു നമ്മൾ അറിഞ്ഞാൽ മതി. അതേസമയം മാസപ്പിറവി അത് കാണുക തന്നെ വേണം, അല്ലെങ്കിൽ ഒരാൾ കണ്ടാൽ മതി, അത് കണ്ടാലാണ്. അല്ലെങ്കിൽ അവിടെ ഉണ്ടോ ഇല്ലേ എന്നതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചന്ദ്രൻ മേലെ ഉണ്ടോ ഇല്ലേ, മേഘത്തിന് മുകളിൽ ചന്ദ്രൻ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വഴിയുണ്ട്. എന്താണത്? അള്ളാഹുവിൻ്റെ വഹയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ വഹയുണ്ട്. മേഘം മൂടിയാൽ അവിടെ അതിന് മുകളിൽ ചന്ദ്രൻ ഉണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ അറിയാം, അള്ളാഹുവിൻ്റെ വഹയിനാൽ അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയാം. പക്ഷെ അതിലല്ല അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്, മറിച്ച് അത് കാണുക തന്നെ വേണം. അതേസമയം അല്ലാത്ത നമ്മുടെ നിസ്കാരത്തിൻ്റെ നോമ്പിൻ്റെ ഈ സമയവുമായി ബന്ധപ്പെട്ട് അത് തുടങ്ങുന്ന അവസാനിക്കുന്ന സമയം അതിൻ്റെ കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെയുള്ള അതിൻ്റെ സമയക്രമം ആ സമയപ്പട്ടിക നമുക്ക് അവലംബിക്കാവുന്നതാണ്, സംശയമില്ല. അത് പൊതുവെ മുസ്ലിമീങ്ങൾ അവലംബിച്ചിട്ടുള്ള ശരിയായ സമയമാണതിലുള്ളത് എങ്കിൽ അവലംബിക്കാം. അങ്ങനെ മഗ്‌രിബിൻ്റെ സമയമായാൽ അഥവാ സൂര്യാസ്തമയം ആയാൽ ഉടനെ എന്ത് ചെയ്യുക? നോമ്പുറക്കുക. അതാണ് സുന്നത്ത്. ഉടനെ തുറക്കുക, അത് വൈകിപ്പിക്കരുത്. അതിൽ വസ്വസത്തിൻ്റെ ആവശ്യമില്ല. സൂര്യൻ അസ്തമിച്ചോ പിന്നെ നോമ്പ് തുറക്കുക എന്നതാണ്. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈറിൻ മാ അജ്ജലുൽ ഫിത്ർ. ലാ യസാലു നാസു ബിഖൈറിൻ, ജനങ്ങൾ ഖൈറിൽ തന്നെ ആയിരിക്കും. മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്ക് ധൃതി കൂട്ടുന്നിടത്തോളം കാലം. നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടണം. ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ നേരാകുന്നതിന് മുമ്പ് തിന്നരുത്, നോമ്പ് വാത്തിലായി പോവും. ഈ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഉടനെ കഴിക്കണം. അതിന് മുമ്പ് കഴിക്കുക എന്നത് നോമ്പിൻ്റെ റുക്കിന് അതോടെ പൊളിഞ്ഞു. നോമ്പിൻ്റെ റുക്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോമ്പിൻ്റെ റുക്കിൻ എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, അതാണ് ഒന്നാമത്തെ റുക്കിൻ. ഭക്ഷണപാനീയം, ലൈംഗിക ബന്ധം, ഇതൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അതാണ് ഒരു റുക്കിൻ. രണ്ടാമത്തെ റുക്കിൻ എന്താണ്? അത് ഈ പകൽ മുഴുവൻ അതിൽ തുടരുക. ഈ രണ്ടും ഇല്ലെങ്കിൽ നോമ്പില്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ നോമ്പില്ല. പകൽ മുഴുവൻ അഥവാ ഫജർ ഉദിച്ചത് മുതൽ മഗ്‌രിബ് ആകുന്നത് വരെ, ഫജർ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇതേ അവസ്ഥയിൽ തുടരുക. സൂര്യൻ അസ്തമിച്ചാൽ ഉടനെ നോമ്പ് തുറക്കുക. ഒരു മസ്ജിദ് വാങ്ങ് കേട്ടു, അതുപോലെ അപ്പുറത്തെ പള്ളി, നമ്മളടുത്ത് ജുമാഅത്ത് പള്ളിയിൽ നിന്ന് കേൾക്കണം എന്നിങ്ങനെ കാത്തിക്കുക, ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെതിരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് എതിരാണ്. ഈ ഖൈറിൽ നിന്ന് പുറത്ത് കിടക്കലായി പോകും നമ്മൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജനങ്ങൾ ഖൈറിൽ തുടരും എന്നാണ്. അവർ നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്നിടത്തോളം കാലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ യസാലു ദീനു ളാഹിറൻ മാ അജ്ജല അന്നാസുൽ ഫിത്ർ ലിഅന്ന അൽ-യഹൂദ വൻ-നസാറ യുഅഖിറൂൻ. ജനങ്ങൾ ദീൻ അത് വാഹിറായി, ദീൻ അത് വിജയത്തിലും അതുപോലെ പ്രകടമായും നിലകൊള്ളും ജനങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്നിടത്തോളം കാലം. നോക്കൂ എന്തെല്ലാം ശ്രേഷ്ഠമായ വാക്കുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് ഉപയോഗിച്ചത്. ലിഅന്ന അൽ-യഹൂദ വൻ-നസാറ യുഅഖിറൂൻ. കാരണം യഹൂദികൾക്കും നസറാനികൾക്കും അവരുടെ നോമ്പിലൊരു ശൈലിയുണ്ട്. എന്താണത്? ഫിത്ർ നീട്ടിവെക്കും, നോമ്പ് വേഗം തുറക്കുകയില്ല. അവർക്ക് നോമ്പുണ്ട്, അവർ അള്ളാഹു നിശ്ചയിച്ചതിൻ്റെ അപ്പുറത്തേക്ക് നോമ്പിനെ കൊണ്ടുപോയി. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മളുടെ നോമ്പ് നോക്കൂ, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് കാണാം, നമ്മുടെ നോമ്പ് ഇപ്പോൾ റമദാൻ 1 മുന്നേ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ നോമ്പെടുക്കരുത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് കാണാം. നേരത്തെ ഒരാൾ നോമ്പെടുത്തു വരുന്ന ശീലമുണ്ട് എങ്കിൽ മാത്രം അയാൾക്ക് എടുക്കാം. ഒരാൾ തിങ്കളും വ്യാഴവും എപ്പോഴും അയാൾ നോമ്പെടുത്ത് വരാറുണ്ട്, അല്ലെങ്കിൽ തിങ്കൾ എപ്പോഴും എടുക്കാറുണ്ട്. അത് ഷഅബാൻ 29
അല്ലെങ്കിൽ 28 അല്ലെങ്കിൽ 30 ആയി വന്നാൽ അയാൾക്ക് എടുക്കാം. പക്ഷെ അതല്ലാതെ ഒരാൾ എന്ത് ചെയ്യരുത്, റമദാനായി പോകാം, ചിലപ്പോൾ അയക്കാം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, ഷാബാൻ 29 30 നോമ്പ് എടുക്കരുത്. സല്ലാഹു വിലക്കിയിട്ടുണ്ട്. കാരണം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നമ്മൾ ഒതുങ്ങി നിൽക്കുക. അതല്ലെങ്കിൽ അത് ആരുടെ രീതിയാണ്? യഹൂദി നസ്രാനികളുടെ രീതിയാണ്. എന്ത്, അള്ളാഹു അവർക്ക് നിശ്ചയിച്ചെടുത്ത സമയം വിട്ട് കടന്ന് വേറെ എവിടേക്കൊക്കെയോ പോവുക, ആ സമയവും ആ കാലവും ഒക്കെ വിട്ട് കടക്കുക എന്നത് അത് നമുക്ക് പാടില്ലാത്തതാണ്. അപ്പോൾ നോക്കൂ, ഇതാണ് ഫിത്തറിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്ത്, വേഗം നോമ്പ് തുറക്കാൻ. അതുപോലെ അത്താഴമാണ് എങ്കിൽ അത് എന്തു ചെയ്യുക, വൈകിപ്പിക്കുക. അത്താഴം വൈകിപ്പിക്കുക, അത്താഴം കഴിക്കുക എന്നത് നോമ്പിൻ്റെ ശ്രേഷ്ഠമായ സുന്നത്താണ്. അത്താഴം കഴിക്കുക എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശ്രേഷ്ഠമായ സുന്നത്താണ്. അത്താഴം എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. നബി പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുക. ഫഇന്ന ഫിസ്സഹൂരി ബറക, അത്താഴത്തിൽ എന്തുണ്ട്, ബറക്കത്തുണ്ട്. സഹൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്താഴത്തിന് കഴിക്കുന്ന ഭക്ഷണം, അതിനാണ് സഹൂർ എന്ന് പറയുക. സുഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കുക എന്ന പ്രവൃത്തി. ഇത് അറബി ഭാഷയിലൊരു ശൈലിയാണ്. വുദൂഉം വദൂഉം, വുദൂ എന്ന് പറഞ്ഞാൽ വുദൂ ചെയ്യുന്ന പ്രവൃത്തി, അതിനാണ് വുദൂ എന്ന് പറയുക. വദൂ എന്ന് പറഞ്ഞാൽ വുദൂ എടുക്കുന്ന വെള്ളം, അതിനെന്ത് പറയും, വദൂ എന്ന് പറയും. തുഹൂറും തഹൂറും, തുഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കുക എന്ന പ്രവൃത്തിയാണ്. എന്നാൽ തഹൂർ എന്ന് പറഞ്ഞാലോ, ശുദ്ധിയുള്ള വെള്ളത്തിനാണ് എന്ത് പറയുക, തഹൂർ എന്ന് പറയുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വഅൻസൽന മിനസ് സമാഇ മാഅൻ തഹൂറ, അള്ളാഹു നിങ്ങൾക്ക് തഹൂറായ വെള്ളം ഇറക്കി തന്നിരിക്കുന്നു. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കുക. ഫഇന്ന ഫിസ്സഹൂരി ബറക. നോക്കൂ, അത്താഴം കഴിക്കുക എന്നത് ഒരാൾ തൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് ചിന്തിക്കാനതല്ല, ഞാൻ കൂടുതൽ ത്യാഗം സഹിക്കാം, അത്താഴം കഴിക്കാതെ അത്ര എനിക്ക് ക്ഷീണം കൂടുമല്ലോ. അങ്ങനെ ഒരാൾ നോമ്പ് നോറ്റാൽ അയാൾക്ക് പ്രയാസം കൂടും, പക്ഷെ പ്രതിഫലം കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവിടെ ക്ഷീണം കുറവാണെങ്കിൽ അവിടെയാണ് പ്രതിഫലം കൂടുതൽ. ആളുകൾക്ക് തോന്നുന്നതിനനുസരിച്ചല്ല. ഇപ്പം ഒരാൾ പറയുകയാണ്, ഞാൻ കണ്ണടച്ച് നിസ്കരിക്കും, ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നിസ്കരിക്കും, ഇരുട്ടത്ത് മാത്രം. എന്താ കാര്യം? അപ്പോഴാണ് എനിക്ക് ഖുശൂ കൂടുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരുട്ടുണ്ടാക്കിയിട്ടില്ല നിസ്കരിക്കാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണടച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൻ്റെ സ്ഥാനത്ത് നോക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയിട്ടാണ് ഖുശൂ ഉണ്ടാക്കേണ്ടത്. അതിലാണ് എനിക്ക് ഖുശൂ വരേണ്ടത്. അല്ലാത്തതിൽ ഖുശൂ നിനക്ക് ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്. എന്തിനു വേണ്ടി? ബിദ്അത്തിലേക്ക് പോകാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ചെയ്താൽ ചിലപ്പോൾ നിനക്ക് ശൈത്താൻ നിന്നെ അശ്രദ്ധനാക്കുന്നത് കുറച്ചേക്കും. അല്ലെങ്കിൽ എപ്പോഴും അശ്രദ്ധ ഉണ്ടാക്കുന്ന, മറ്റുള്ള ചിന്തകൾ ഉണ്ടാക്കുന്ന ശൈത്താൻ നീ സുന്നത്തിൽ നിന്ന് മാറി വേറൊന്നിലേക്ക് പോയാൽ ചിലപ്പോൾ ഇഞ്ഞു വെക്കും. എന്തിനു വേണ്ടി? നീ അത് മുഖേന നീ ബിദ്അത്തിലേക്ക് പോകാൻ വേണ്ടി. കാരണം നിൻ്റെ ഇബാദത്തുകളിൽ ശ്രദ്ധ നശിക്കുന്നതിനേക്കാൾ അവനിഷ്ടം നീ ബിദ്അത്തിൽ ചാടുന്നതാണ്. ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്തിൽ ചാടുന്നതാണ്. കാരണം അത് വലിയ അപകടമാണ്. അതുകൊണ്ട് ആളുകൾ അവരുടെ ദൗഖിനനുസരിച്ച്, അവരുടെ തോന്നലുകൾക്കനുസരിച്ചല്ല ദീനിലെ ഇബാദത്തുകൾ സ്വീകരിക്കുക. അത് സൂഫികളുടെ രീതിയാണ്. അവരുടെ ദൗഖ്, ഓരോരുത്തരും തോന്നുന്നുണ്ട് ഇതാണ് നല്ല ഇബാദത്തിൻ്റെ രീതി, അപ്പോൾ ഇബാദത്തായി സ്വീകരിക്കും. സൂഫികൾക്കുണ്ട് ഗുഹയിൽ പോയി താമസിക്കുക. അവരുടെ കിതാബുകളൊക്കെ കാണാം. നമ്മുടെ ഹൈന്ദവ സന്യാസികൾക്കൊക്കെ ഉള്ളതുപോലെ ഗുഹയിൽ പോയി താമസിക്കും. അതുപോലെ ഷാറാനിയെ പോലെയുള്ള സൂഫികളുടെ കിതാബുകൾ എഴുതിയ ആളുകൾ കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കും. അവിടെ ആദ്യം കയറണമെങ്കിൽ ഈ സൂഫി തരീഖത്തിലെ ഷെയ്ഖ് ആദ്യം കയറണം, എന്നിട്ട് മാത്രമേ ഇയാളവിടെ കയറും. എന്നിട്ട് അവിടെ ഇരിക്കും. തെറ്റുകൾ ചെയ്യാൻ തോന്നിയാൽ സുബ്ഹാനല്ലാഹ്, സൂഫികളുടെ കിതാബിൽ എഴുതി വെച്ചത് കാണാം, ഷെയ്ഖിൻ്റെ മുഖം മനസ്സിലോർക്കുക, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിന്തിച്ച് നോക്കിയ ആളുകളെ വ്യക്തിപൂജയിലേക്ക് കൊണ്ടുപോവുക. ഇത്തരം ജാഹിലിയത്തുകളിൽ നിന്ന് ഇസ്ലാം ശുദ്ധമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ എത്ര വലിയ കാവലാണ് ഇതുപോലുള്ള പൗരോഹിത്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിച്ചു എന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അത് അന്തസ്സുള്ള ഇസ്സത്തുള്ള ദീനാണ്. ഈ വക വ്യക്തിപൂജകളോ ആളുകളുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കലോ അവർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങലോ ഒന്നും അള്ളാഹുവിൻ്റെ ദീനിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നിനക്കൊരു നേതാവില്ല, ഒരാളുമില്ല. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ഒരു നേതാവ് മറ്റാരും നിനക്കില്ല. ബാക്കി ആരുടെ വാക്കിലും എന്തുണ്ടാവും? തള്ളേണ്ടതും
കൊള്ളേണ്ടതുണ്ടോ? അപ്പോൾ നോക്കൂ, നമുക്ക് നമ്മുടെ തോന്നലനുസരിച്ച് നമ്മൾ ഇബാദത്ത് തീരുമാനിക്കേണ്ടത്. അത്താഴം കഴിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും കഴിക്കുക. ഒന്നും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെള്ളം നിങ്ങൾ കടിച്ചിറക്കുക. ഹദീസിൽ വന്നാൽ എങ്ങനെ? വെള്ളം കടിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലെ വെള്ളം എങ്കിലും കുടിക്കുക. അത്താഴത്തിന് ആ ഒരു സമയം ഉണ്ടായപ്പോൾ നീ എഴുന്നേറ്റു, സുബഹിന് മുന്നേ എഴുന്നേറ്റു, കുറച്ച് സമയമുണ്ട്, ഭക്ഷണം കഴിക്കാൻ നേരമില്ല, അല്ലെങ്കിൽ ഭക്ഷണം ഒരുങ്ങിയിട്ടില്ല, കഴിക്കാൻ ഒന്നുമില്ല, വെള്ളമെങ്കിലും എന്ത് ചെയ്യുക? സഹൂറിൻ്റെ ആ താഴത്തിൻ്റെ നീയത്തിൽ കുടിക്കുക. അള്ളാഹുവിൽ വലിയ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ബറക്കത്തുണ്ട് എന്നാണ്. അതിൽ ബറക്കത്ത് ഉണ്ട്. അത് വൈകിപ്പിക്കലാണ് സുന്നത്ത്. വൈകിപ്പിക്കലാണ് സുന്നത്ത്. എങ്ങനെ വൈകിപ്പിക്കുക? അതായത് ഫജർ ബാങ്കിനോട് അടുപ്പിച്ച് കഴിക്കുക എന്നതാണ് സുന്നത്ത്. പഴയ കാലത്തൊക്കെ നമ്മൾക്ക് നാട്ടിലുണ്ടായിരുന്നു, പഴയ ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്, പ്രായമുള്ള ആൾ പറയാറുണ്ട്, അത്താഴം കഴിക്കൽ എപ്പോഴാന്ന് പറഞ്ഞാൽ 12 മണിക്ക് എണീച്ചിട്ട് 12 മണിക്ക് എണീച്ചിട്ട് എന്ത് ചെയ്യും? അത്താഴം കഴിക്കും, നോമ്പിൽ അത്താഴം, എന്നിട്ട് കിടന്നുറങ്ങും. ഫജറിന് എണീച്ചു. പക്ഷെ അത്താഴം അതാണ്. ഇത് യഥാർത്ഥത്തിൽ സഹൂറല്ല, അത് യഥാർത്ഥത്തിൽ രാത്രിത്തെ ഭക്ഷണമാണ്, ഡിന്നറാണ്. അത് അത്താഴമല്ല, വേറെ പേരാ. സഹൂർ എന്ന് പറയുന്നത് സഹറിൻ്റെ നേരത്ത് കഴിക്കുന്നതാണ്. സഹറിൻ്റെ നേരം ഏതാണ്? അത് രാത്രിയുടെ അവസാന സമയമാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ സഹറിൻ്റെ നേരത്ത് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ്. അതേതാ നേരം? രാത്രിയുടെ അവസാന സമയമാണ്. അപ്പോഴെണീറ്റിട്ടാണ് അത് കഴിക്കേണ്ടത്. ആ സമയത്ത് കഴിക്കുക. നോക്കൂ, സഹാബത്ത് റളിയല്ലാഹു അൻഹും അത് കഴിച്ചതിനെ കുറിച്ച് നമുക്ക് ഹദീസുകൾ കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹദ്ദസ, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹും തസഹറൂ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിച്ചു. സുമ്മ ഖാമു ഇല സ്വലാഹ്, എന്നിട്ട് സുബഹിസ്കരിക്കാൻ പോയി. അനസ് ചോദിച്ചു, കം ബൈനഹുമ, രണ്ടിനിടയിൽ എത്ര നേരമുണ്ട്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഖദ്റു 50 ആയ, 50 ആയത്തോതുന്ന നേരം. എന്തിനിടയിൽ? അത്താഴത്തിനും ബാങ്കിനിടയിലല്ല, ഇഖാമത്തിനും ഇടയിലാണ്. ഹദീസുകളിൽ കാണാം സഹൂറിനും അദാനിനുമിടയിൽ 50 ആയത്തോതുന്ന നേരമെന്ന്. അവിടെ അദാനിൻ്റെ ഉദ്ദേശം എന്താ? ബാങ്കല്ല, ഇഖാമത്താണ്. കാരണം ഈ റിവായത്തുകളിൽ അത് വ്യക്തമാകുന്നു, നിസ്കാരമാണത് എന്ന് പറഞ്ഞാൽ അവർ ബാങ്കിന് മുന്നേ നിർത്തിയിട്ടുണ്ട്, അതിൽ സംശയമില്ല. ബാങ്കിന് മുന്നേ ഭക്ഷണം നിർത്തിയിട്ടുണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ 50 ആയത്തോതുന്ന ഓതാനുള്ള സമയം എന്ന് പറഞ്ഞത് അത്താഴം നിർത്തുന്നതിൻ്റെയും എന്തിൻ്റെയും ഇടയിലാണ്? ഇഖാമത്തിൻ്റെയും ഇടയിലാണ്, അഥവാ സംസ്കാരത്തിൻ്റെയും ഇടയിലാണ്. ബാങ്കിന് മുമ്പേ നിർത്തണം, സംശയമില്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫജർ ആയിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, നോമ്പ് ബാത്തിലായി പോകും. അപ്പോൾ നോക്കൂ, സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ രീതിയാണ്. പൊതുവെ അറബികളുടെ പഴയ കാലത്തെ രീതിയായിരുന്നു സമയം ആമലുകൾ വെച്ചിട്ട് പറയാന്നുള്ളത്. ആമലുകൾ വെച്ചിട്ട് അത് ചെയ്യാനുള്ള നേരം വരെ നിങ്ങൾ നിൽക്കുക എന്ന് പറയാറ്. ഇപ്പോൾ ഉദാഹരണത്തിന് സഹാബത്തിൽ അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തതായി കാണാം, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ഖബറിന് അരികിൽ നിൽക്കണം, ഒരൊട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന അത്ര നേരം. അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വസിയത്ത് പറഞ്ഞത് കാണാം, സഹീഹ് മുസ്ലിം ഹദീസാണ്. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ ഖബറിനരികിൽ ദുആ ചെയ്തുകൊണ്ട് നിൽക്കുക. മരണപ്പെട്ടവർക്ക് വേണ്ടി ഖബറടക്കി കഴിഞ്ഞാൽ ദുആ ചെയ്യൽ സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മയ്യിത്തിനെ ഖബറടക്കിയാൽ ഫസലൂ ലഹു തസ്ബീത്ത്, അള്ളാഹുവിനോട് അയാൾക്ക് സബാത്തിന് വേണ്ടി ദുആ ചെയ്യുക. അയാളെ അള്ളാഹു ചോദ്യത്തിൻ്റെ സമയത്ത് ഉറപ്പിച്ച് നിർത്താൻ ദുആ ചെയ്യുക. അതാണ് തസ്ബീത്തിൻ്റെ അർത്ഥം, അതാണ്, അതായത് ഉറപ്പിച്ച് നിർത്തുക. അതിന് ഇന്ന വാക്കുകളെ പറയാവൂ എന്നൊന്നുമില്ല, അതുകൊണ്ട് അയാൾക്ക് ദുആ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ആ വാക്കുകൾ തന്നെ പറയണം എന്നുണ്ടോ? ആ വാക്കുകൾ ഹദീസിൽ വന്നതല്ല, എന്തും ദുആ ചെയ്യാം, ആ അർത്ഥം വരുന്ന എന്തു വേണമെങ്കിലും ദുആ ചെയ്യാം. അതാണ് ഹദീസിൽ വന്നത്. എങ്ങനെയാണ്? ഫസലൂ ലഹു തസ്ബീത്ത്, ആൾക്ക് ഉറപ്പ് കിട്ടാൻ, അള്ളാഹു ചോദ്യത്തിൻ്റെ സമയത്ത് ഉറപ്പ് നിർത്താൻ നിങ്ങൾ ദുആ ചെയ്യുക. അപ്പോൾ ദുആ സുന്നത്താണ്. അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ, മരിച്ചാൽ നിങ്ങൾ എൻ്റെ ഖബറിനരികിൽ നിന്ന് ദുആ ചെയ്യണം. ഒരു ഒട്ടകത്തറുത്ത് മാംസം വിതരണം ചെയ്യുന്ന നേരം, പ്രവർത്തനങ്ങൾ അത് ചെയ്യാനുള്ള സമയം ഇത്ര, ഇന്നത് ചെയ്യുന്ന അത്ര സമയം എന്നിങ്ങനെ പറയുന്ന അറബികളുടെ പഴയ കാലത്തെ ഉള്ള രീതിയാണ്. നോക്കൂ, അതിൽ ഈ സാലിഹായ അമലിൻ്റെ
ഒരു സാലിഹായ അമൽ വെച്ചിട്ട് സമയം പറയുക കൂടി ചെയ്യുകയാണ് സഹാബത്ത്. എന്താണത്? 50 ആയത്ത് ഓതുന്ന നേരം. 50 ആയത്ത് എന്ന് പറയുമ്പോൾ ഖുർആനിലെ ആയത്തുകളുടെ കൂട്ടത്തിൽ വളരെ ചെറിയ ആയത്തുകളുണ്ട്. ഉദാഹരണത്തിന് മുദ്ഹാമ്മത്താൻ, അതൊരായത്താണ്. ഒരായത്താണ് എന്ത്? മുദ്ഹാമ്മത്താൻ, സൂറത്തുർ റഹ്മാനിലെ ആയത്താണ്. അതേസമയം ആയത്തു ദൈന് പോലെ ഉള്ള വലിയ ആയത്തുകളുണ്ട്. രണ്ടുമല്ല, മറിച്ച് ഒരു മധ്യമ ദൈർഘ്യമുള്ള ആയത്ത് വെച്ച് ഒരാൾ ഓതിയാൽ ഒരു 50 ആയത്ത് ഓതുന്ന അത്രയും സമയമേ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അത്രയും അവർ ഫജ്ർ ഉദിക്കുന്നതിനോട് അടുപ്പിച്ചിട്ടാണ് അത്താഴം കഴിച്ചിരുന്നത് എന്ന് ചുരുക്കം. അങ്ങനെ അത്താഴം വൈകിപ്പിക്കുക എന്നതാണ് സുന്നത്ത്. അത്താഴം വൈകിപ്പിക്കുക, ഫത്തൂർ ഫിത്തർ ധൃതി കൂട്ടുക, വേഗം കഴിക്കുക, നോമ്പ് തുറ നേരത്തെ, അത്താഴം വൈകിപ്പിക്കുക. ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യം ഇതാണ്, നേരെ എതിര് ചെയ്യുകയല്ല. അപ്പോൾ നോക്കൂ, ഇതാണ് രണ്ടിൻ്റെയും സമയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നോക്കൂ, അത്താഴം അത് കഴിക്കുമ്പോൾ വളരെ നല്ലതാണ് തമ്ര് കഴിക്കുക, ഈത്തപ്പഴമോ അല്ലെങ്കിൽ കാരക്കയോ കഴിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമ സഹൂരിൽ മുഅ്മിനി തമർ, നിഅമ സഹൂരിൽ മുഅ്മിൻ തമർ, മുഅ്മിനിൻ്റെ എത്ര നല്ല അത്താഴമാണ് ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മുഅ്മിനിൻ്റെ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞതിനാൽ അത് അവൻ്റെ ഈമാനിനോട് യോജിച്ച് നിൽക്കുന്ന കാര്യം എന്നർത്ഥം വരും. അതിനാൽ അത് നല്ല കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അത്താഴത്തിന് വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കാരക്കയോ ഈത്തപ്പഴമോ കഴിക്കുക എന്നത് നല്ല കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഇതാണ് അത്താഴത്തിൻ്റെ സമയത്ത് ഉള്ളത്. ഇനി ഫിത്തറിൻ്റെ നേരത്താണെങ്കിൽ, അഥവാ നോമ്പ് തുറക്കുകയാണെങ്കിൽ അവിടെയും ഈത്തപ്പഴമോ അത് കിട്ടിയില്ല എങ്കിൽ, ഈത്തപ്പഴം കുറച്ചുകൂടി മൂപ്പ് കുറഞ്ഞതാണ്, അത് കഴിഞ്ഞാൽ അത് കിട്ടിയില്ല എങ്കിൽ കുറച്ചുകൂടി ഉണങ്ങിയത് അത് കഴിക്കുക. രണ്ടും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? വെള്ളം കുടിക്കുക. ആദ്യം ഇങ്ങനെ ഇത് കഴിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് ബാക്കി ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അത്താഴം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പറയാനുള്ള ശ്രേഷ്ഠമായ വാക്കുകളിൽ ദുആകളിൽ ഒന്നാണ് ദഹബ അല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദഹബ അല്ലമഉ, ദാഹം ശമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് വെള്ളം കുടിച്ചതിന് ശേഷം പറയാനുള്ളതാണ്. വബ്തല്ലത്തിൽ ഉറൂഖ്, നാടി ഞരമ്പുകൾ നനഞ്ഞിരിക്കുന്നു. വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറച്ചിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറച്ചിരിക്കുന്നു. ഈ ദുആ ആ സമയത്ത് പറയുക എന്നത് സുന്നത്തായ കാര്യമാണ്. ഇതാണ് അത്താഴത്തിൻ്റെയും അതുപോലെ നോമ്പ് തുറയുടെയും കാര്യത്തിൽ മനസ്സിലാക്കാനുള്ളത്. അത്താഴം വൈകിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നോമ്പ് ആരംഭിക്കുന്നത് അത് തുലൂഉൽ ഫജ്റോടെയാണ്. തുലൂഉൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നതോടെ. എന്താണ് ഈ ഫജ്ർ ഉദിക്കുക എന്ന് പറഞ്ഞാൽ? ഫജ്ർ ഉദിക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ടുണ്ട്. ഒന്ന് തുലൂഉൽ ഫജ്രി സാദിഖ്, രണ്ട് തുലൂഉൽ ഫജ്രി അൽ കാദിബ്. അതായത് സാദിഖായ ഫജ്റുണ്ട്, കാദിബായ ഫജ്റുണ്ട്. കാദിബായ ഫജ്റിന് അത് യഥാർത്ഥ ഫജ്റല്ല. അഥവാ ഫജ്റിൻ്റെ സുബ്ഹിൻ്റെ നേരം ആകുന്നതിന് മുൻപ് ആകാശത്തിലൊരു വെളിച്ചം വരും. അത് യഥാർത്ഥത്തിൽ യഥാർത്ഥ ഫജ്റിൻ്റെ സമയമല്ല. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രത്യേകത അത് ആകാശത്തിന് നേരെ താഴേക്ക് ഒരു തൂണ് പോലെ അങ്ങനെയാണ് ആ വെളിച്ചം ഉണ്ടാവുക. ഈ വെളിച്ചം ഫജ്റിൻ്റെ നേരമാകുന്നതിന് മുമ്പ് വരും, പക്ഷെ കുറച്ചിന് അത് മാഞ്ഞു പോകും. അതുകൊണ്ടാണ് ആ ഫജ്റിനെ എന്ത് വിളിക്കുന്നത്? അൽ ഫജ്റു കാദിബ്. കാദിബ് എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്, അഥവാ അത് പോകും എന്നർത്ഥത്തിലാണ് അതിനെ കാദിബ് എന്ന് വിളിക്കുന്നത്. ഇത് ആയാൽ എന്ത് സംഭവിക്കുന്നില്ല? സുബ്ഹിൻ്റെ നേരം തുടങ്ങുന്നില്ല, നോമ്പിൻ്റെ നേരവും തുടങ്ങുന്നില്ല. കാരണം ഇത് മാഞ്ഞു പോകും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു വെളിച്ചം വരും, അതാണ് അൽ ഫജ്റു സാദിഖ്. അത് വരാൻ എങ്ങനെയാണ്? അത് നേരത്തെയുള്ള ഫജ്ർ പോലെ വെളിച്ചം പോലെ അല്ല വരിക.
മറിച്ച് അത് ചക്രവാളത്തിൽ ഇങ്ങനെ വിലങ്ങനെയാണ് വരിക, വിലങ്ങനെ വരും. എന്നിട്ട് എന്തു ചെയ്യും? ആ വെളിച്ചം അത് മാഞ്ഞു പോവുകയില്ലെന്ന് മാത്രമല്ല, മാഞ്ഞു പോവുകയില്ല, അത് കൂടിക്കൂടി വരും. ഒടുവിൽ സൂര്യൻ ഉദിക്കും. ഒടുവിൽ സൂര്യൻ. ഇതാണ് അൽ ഫജ്റു സാദിഖ്. ഈ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടാലാണ് സുബ്ഹാങ്ക് കൊടുക്കുക, ആദ്യത്തേതല്ല. ഈ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടാലാണ് നോമ്പിൻ്റെ സമയം ആരംഭിക്കുക. ഇത് നോക്കൂ, കെട്ടിടങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലത്ത് ഇത് ആളുകൾ കാണുകയില്ല. മറിച്ച് തുറസ്സായ സ്ഥലത്താണ് ഈ വെളിച്ചം കാണുക. തുറസ്സായ സ്ഥലത്ത് നിന്നാൽ ഇത് ശരിക്കും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഓർക്കുക, ഇസ്ലാമിലെ ഏത് ഇബാദത്തും ഒരു ക്ലോക്കിൻ്റെയോ മറ്റൊന്നും സൗകര്യം ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ സമയത്താണ് യഥാർത്ഥത്തിൽ ഫജ്ർ ആരംഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഫജ്റിൽ ഇന്നും പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ഫജ്റിന് എന്ത് ചെയ്യും? 2 ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നു. 2 ബാങ്ക് വിളിക്കും. ആദ്യത്തെ ബാങ്ക് ഫജ്ർ ആയാലല്ല വിളിക്കുക, ആകുന്നതിന് മുമ്പേ വിളിക്കുകയാണ്. ബിലാലാണ് ആ ബാങ്ക് വിളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നിലധികം മുഅദ്ദിനുകൾ ഉണ്ടായിരുന്നു. ബാങ്ക് വിളിക്കുന്ന ഒന്നിലധികം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. അതുപോലെ മദീനത്ത് വേറെ, മക്കത്ത് വേറെ, ഖുബായിൽ വേറെ, ഇവരൊക്കെ നബിയുടെ മുഅദ്ദിനുകൾ എന്നറിയപ്പെട്ടവരാണ്. അവരിൽ ഏറ്റവും പ്രസിദ്ധനാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആര്? ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു അർദാഹ്. അദ്ദേഹം നബിയുടെ മുഅദ്ദിനാണ്. അതുപോലെ ഇബ്നു ഉമ്മി മക്തൂം, കണ്ണു കാണാത്ത സഹാബി, നബിയുടെ മുഅദ്ദിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബിലാൽ ഫജ്റിന് ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഭക്ഷണം നിർത്തേണ്ടതില്ല, ഭക്ഷണം കഴിച്ചോളൂ. ആ ബാങ്ക് ആർക്കുള്ളതാണ്? അത് നോമ്പ് നോക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാണ്. അതുപോലെ അതുവരെ രാത്രി നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ഒരാൾ അതിന് മുന്നേ എണീറ്റ് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ വിശ്രമിക്കാനുള്ളതാണ്. കാരണം കുറച്ച് സമയം ഒന്ന് കണ്ണടച്ചാൽ ഫജ്റിൻ്റെ സമയത്ത് നല്ല ഉണർവോടെ എഴുന്നേൽക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യാറുണ്ട്? ഉറങ്ങാറുണ്ടായിരുന്നു. എന്നാണ് ഉറങ്ങിയിട്ടാണ് ഒന്ന് ഉറങ്ങിയിട്ട്, അതായത് രാത്രി ഉണർന്നതിന് ശേഷം പിന്നെ ഫജ്റിന് തൊട്ട് മുമ്പ് ഒന്നുകൂടി ഉറങ്ങി ഫജ്റിന് ചെല്ലുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് വിളിക്കുമായിരുന്നു ഇഖാമത്തിന് വേണ്ടി, ഇമാമ് നിൽക്കാൻ വേണ്ടി. ശ്രദ്ധിക്കണം, ഒരാൾക്ക് ഉറക്കം പിടുത്തം വിട്ടു പോവും, അത് ഫജ്ർ നഷ്ടപ്പെടും എന്നാണെങ്കിൽ അങ്ങനെ ഉറങ്ങരുത്. പക്ഷെ അത് എഴുന്നേൽക്കാൻ സാധിക്കും എങ്കിൽ ഉറങ്ങുക, അല്ലെങ്കിൽ വിളിക്കാൻ ആളുണ്ടെങ്കിൽ അങ്ങനെ ഉറങ്ങിയാൽ നല്ല കാര്യം. കാരണം ഉന്മേഷത്തോടെ എന്തിനു പറ്റും? ഫജ്ർ നിസ്കരിക്കാൻ സാധിക്കും. അപ്പോൾ അതുവരെ നിസ്കരിച്ച ആൾക്ക് ഉറങ്ങാനുള്ള ബാങ്ക് വിളിയാണ്. അതുപോലെ അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ അത്താഴം കഴിക്കാനുള്ള ബാങ്ക് വിളിയാണ്, ഹദീസിൽ വന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, ബിലാലിൻ്റെ ബാങ്ക് വിളി കേട്ടാൽ, ഇബ്നു ഉമ്മി മക്തൂമിൻ്റെ ബാങ്ക് കേട്ടാലാണ് ഭക്ഷണം നിർത്തേണ്ടത്. കാരണം ഇബ്നു ഉമ്മി മക്തൂം കണ്ണാണത് സഹാബിയാണ്. അദ്ദേഹത്തോട് അസ്ബഹ്ത സുബായി ഫജറായി എന്ന് കൃത്യമായി കണ്ട് ആളുകൾ പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ? ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നു. 2ാമത്തെ ബാങ്കാണ് ഇബ്നു ഉമ്മി മക്തൂമിൻ്റെ ബാങ്ക് റളിയല്ലാഹു അൻഹു അർദാഹ്. അപ്പോൾ ഈ ബാങ്ക് ഏത് ഫജ്റിലാണ്? ഫജ്റു സാദിഖ്. എന്താ ഫജ്റു സാദിഖിൻ്റെ പ്രത്യേകത? ഫജ്റുൽ കാദിബിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഫജ്റുൽ കാദിബാണ് ആദ്യം വരിക. ആ വെളിച്ചം അത് വന്നാൽ യഥാർത്ഥത്തിൽ ഫജ്ർ ആരംഭിച്ചിട്ടില്ല. ആ വെളിച്ചം കുറച്ച് കഴിഞ്ഞാൽ പോയി പോകും. അതുപോലെ ആ വെളിച്ചത്തിൻ്റെ പ്രത്യേകത അതിങ്ങനെ കുത്തനെയാണ് താഴേക്ക് വരുന്ന രൂപത്തിൽ. അത് കുറച്ച് കഴിഞ്ഞാൽ മാഞ്ഞു പോകും. എന്നാൽ ഫജ്റു സാദിഖ് അത് 2ാമത് വരും. അത് ചക്രവാളത്തിൽ ഇങ്ങനെ വിലങ്ങനെ കാണാം, നീണ്ട് കാണാം. അതുപോലെ അത് വന്നാൽ പിന്നെ മാഞ്ഞു പോവുകയില്ല, മറിച്ച് അത് കൂടി വരും. ഒടുവിൽ എന്തുണ്ടാവും? സൂര്യനുദിക്കും. അതാണ് അൽ ഫജ്റു സാദിഖ്. ഈ വെളിച്ചം വന്നാലാണ് നോമ്പ് ആരംഭിക്കുക, സുബ്ഹിൻ്റെ സമയം ആരംഭിക്കുക. സുബ്ഹിൻ്റെ സമയം എപ്പോഴേ ആരംഭിക്കുക. അതിന് മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരം അതിൻ്റെ വക്തിന് മുന്നേ നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. എത്രത്തോളം? ഒരു റക്അത്ത് ഒരാൾ വക്ത് തുടങ്ങും മുന്നേ ആരംഭിച്ചു, എന്നിട്ട് അയാൾ നിസ്കാരം പൂർത്തിയാകാൻ മുന്നേ വക്തായി, എങ്കിൽ പോലും നിസ്കാരം ബാത്തിലാണ്. മനസ്സിലല്ലേ? നിസ്കാരത്തിൻ്റെ ഷർത്താണ് വക്ത് എത്തുക എന്നത്. വക്ത് നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്താണ്. വക്തിനോളം പ്രാധാന്യമുള്ള വേറൊരു ഷർത്തും ഇല്ല. വക്തിന് മുന്നേ നിസ്കാരം തുടങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ്. തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് വക്ത് ആയാൽ പോലും നിസ്കാരം ബാത്തിലാണ്. അതേസമയം വക്ത് അവസാനിക്കുമ്പോൾ നേരെ തിരിച്ചിട്ടാണ്. അഥവാ ഒരു നിസ്കാരത്തിൻ്റെ വക്ത് അവസാനിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരാൾ നിസ്കാരം തുടങ്ങി, ഒരു റക്അത്തെങ്കിലും കിട്ടി, അടുത്ത റക്അത്താകുമ്പോഴേക്കും വക്ത് കഴിഞ്ഞു പോയി, അയാളുടെ നിസ്കാരം സഹിഹാണ്. അയാൾ വക്ത് അയാൾക്ക് കിട്ടിയിരിക്കുന്നു, വക്ത് അയാൾക്ക്
കിട്ടിയിരിക്കുന്നു, വക്ത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. മനസ്സിലായില്ലേ? അവസാനിക്കുമ്പോഴിങ്ങനെയാണ്. നിസ്കാരത്തിൻ്റെ വക്തുകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഫജറിൻ്റെ സമയം തുടങ്ങുന്നത് ഈ ഞാൻ പറഞ്ഞു ഫജർ സാദിഖ്. എപ്പോഴാണ് സുബഹിൻ്റെ സമയം തീരുക? സുബഹിൻ്റെ സമയം എപ്പോൾ തീരും? സൂര്യൻ ഉദിച്ചാൽ ഫജറിൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നതോടെ ഫജറിൻ്റെ സമയം അവസാനിച്ചു. പിന്നെ ളുഹറിൻ്റെ സമയം ആണ് അടുത്തത്. ഈ ഫജറിനും ളുഹറിനും ഇടയിലുള്ള ഈ ഗ്യാപ്പാണ്, ഈ ഇടവേളയാണ് ഏറ്റവും വലിയ ഇടവേള. ഇതുപോലൊരു ഇടവേള മറ്റ് നിസ്കാരങ്ങൾക്കിടയിലില്ല. ഏറ്റവും നീണ്ട ഇടവേള ആ സമയത്താണ്. എപ്പോഴാണ് ളുഹറിൻ്റെ സമയം ആരംഭിക്കുക? ളുഹറിൻ്റെ സമയം ആരംഭിക്കുക സൂര്യൻ നേരെ തലക്ക് മുകളിൽ നിന്ന് പടിഞ്ഞാറേക്ക് തെറ്റിയാൽ, ഒരല്പം തെറ്റും. അപ്പോൾ നിഴൽ അതുവരെ ഇപ്പുറത്തുണ്ടായത് അപ്പുറത്തേക്ക് മാറും. പടിഞ്ഞാറ് ഭാഗത്തുണ്ടായത് കിഴക്ക് ഭാഗത്തേക്ക് നിഴൽ മാറും. അപ്പോഴാണ് ളുഹറിൻ്റെ സമയം ആരംഭിക്കുക. എപ്പോഴാണ് ളുഹറിൻ്റെ സമയം അവസാനിക്കുക? ളുഹറിൻ്റെ സമയം അവസാനിക്കുക ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ അതേ നീളത്തിൽ ആകുമ്പോഴാണ് ളുഹറിൻ്റെ സമയം അവസാനിക്കുക. ഒരു വസ്തുവിൻ്റെ നിഴൽ ആ വസ്തുവിൻ്റെ അതേ നീളത്തിൽ നിഴലും. അപ്പോൾ ളുഹറിൻ്റെ സമയം അവസാനിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അസറിൻ്റെ സമയം ആരംഭിക്കും. അപ്പോൾ ഇതിന് ഇടയിൽ എന്തില്ല? ഒരു ഗ്യാപ്പില്ല. അതുകൊണ്ടാണ് ആ രണ്ട് നിസ്കാരം തമ്മിൽ ജമ ചെയ്യാൻ അനുവാദമുള്ളത്. രണ്ടും തമ്മിൽ ജമ ചെയ്യാം, ളുഹുർ അസറും തമ്മിൽ. കാരണം അത് ഒന്ന് തീരുമ്പോൾ ഉടനെ അതിൻ്റെ അടുത്ത നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കും. അസറിൻ്റെ സമയം എപ്പോൾ തീരും? അസറിൻ്റെ സമയം തീരാൻ രണ്ട് നേരങ്ങളാണുള്ളത്. ഒന്ന് വക്തു ഇഖ്തിയാർ, രണ്ട് വക്തു ഇദ്റാർ. അസറിന് രണ്ട് നേരമുണ്ട്. ഒന്ന് വക്തു ഇഖ്തിയാർ, ആ സമയത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. സാധിക്കുമെങ്കിൽ, വല്ല കഴിവുണ്ടെങ്കിൽ, അകാരണമായി അതിൻ്റെ അപ്പുറത്തേക്ക് അസർ കൊണ്ടുപോവുക ഹറാമാണ്, വലിയ കുറ്റമുണ്ട്. അതാണ് വക്ത് ഇഖ്തിയാർ എന്ന് പറയുന്നത്. ആ സമയത്ത് നിസ്കരിച്ചിരിക്കണം. അതെപ്പോഴും അവസാനിക്കും? ഈ പറഞ്ഞതുപോലെ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോടമായത് മുതൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ ഇരട്ടിയാകുന്നവരെ, ഇരട്ടി നീളാകുന്നവരെ, നിഴലിൻ്റെ നീളം ഇങ്ങനെ കൂടി വരും. അപ്പോൾ അസറിൻ്റെ സമയം അവസാനിക്കും. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സൂര്യൻ മഞ്ഞ നിറമാകുന്നത് വരെ, സൂര്യൻ മഞ്ഞ നിറമാകും. അപ്പോൾ അസറിൻ്റെ സമയം അവസാനിക്കും. അതിനുള്ളിൽ നിസ്കരിച്ചിരിക്കണം. അതിനപ്പുറത്തേക്ക് അകാരണമായി നീട്ടിക്കൊണ്ടുപോയാൽ കുറ്റക്കാരനാണ്. എന്നാൽ ഒരാൾക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ അയാൾ പെട്ടുപോയി, എങ്ങനെയും അയാൾക്ക് വിട്ടുപോകാൻ സാധിച്ചില്ല, അപ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയമുണ്ട് അസറിന്. എപ്പോൾ വരെ? സൂര്യൻ അസ്തമിക്കുന്നവരെ. സൂര്യൻ അസ്തമിക്കുന്നവരെ. അതിന് പറയും വഖ്തു ഇൽതിറാർ, ദറൂറത്തിൻ്റെ സമയം. ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ ഇരട്ടിയായത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അല്ലെങ്കിൽ സൂര്യൻ മഞ്ഞ നിറമായത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ഈ സമയത്തും വരെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല, കുറ്റം ലഭിക്കും. പക്ഷെ പെട്ടുപോയാൽ നിസ്കരിക്കാം. ഇതാണ് അസറിൻ്റെ നേരം. മഗ്രിബിൻ്റെ നേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ അസ്തമിച്ചത് മുതൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചുവന്ന ശോഭ അത് മായുന്നത് വരെ. അത് മാഞ്ഞതോടെ എന്തിൻ്റെ സമയം ആരംഭിക്കും? ഇശാൻ്റെ സമയം. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ ജമ ചെയ്യാം. ഇശാൻ്റെ സമയം എപ്പോഴാണ് അവസാനിക്കുക? അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വല്ലാഹു അലം. ചിലർ പറഞ്ഞു അർദ്ധരാത്രി അവസാനിക്കും. അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും 12 മണിയെന്ന് വിചാരിക്കരുത്. 12 മണി എപ്പോഴും അർദ്ധരാത്രി ആണെന്നില്ല. കാരണം ചിലപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് നേരത്തെ ആയിരിക്കും. സൂര്യൻ അസ്തമിച്ചതോടെ രാത്രി തുടങ്ങും. സൂര്യൻ അസ്തമിക്കുന്നത് മുതൽ ഫജറിൻ്റെ സുബഹിൻ്റെ നേരം വരെ കൂട്ടുക, ഇതാണ് രാത്രി. അതിൻ്റെ നടുവിലാണ് അർദ്ധരാത്രി, അല്ലാതെ 12 മണിയല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടാവും. ചിലപ്പോൾ 11:30 ആയിരിക്കും അർദ്ധരാത്രി. അത് കഴിയുന്നവരെ എന്ത് കൊണ്ടുപോകരുത്? ഷാ കൊണ്ടുപോകരുത്. ഷായുടെ സമയം അർദ്ധരാത്രി വരെയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അർദ്ധരാത്രി വരെ അസറിൻ്റെ പോലെ ഇഖ്തിയാറിൻ്റെ സമയം, ആ സമയത്ത് നിസ്കരിച്ചിരിക്കണം. എന്നാൽ ഇൽത്തിറാർ വന്നാൽ, ഒരാൾക്ക് ദറൂറത്ത് വന്നാൽ ഫജ്ർ വരെ പിന്നെയും സമയമുണ്ട്. ഏതുവരെ? ഫജ്ർ വരെ സമയമുണ്ട് ദറൂറത്ത് വന്നാൽ. എന്തെന്നായാലും കരുതി കൂട്ടി എന്ത് ചെയ്യരുത്? അർദ്ധരാത്രിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇതാണ് 5 നിസ്കാരത്തിൻ്റെ നേരങ്ങൾ. ഇതിൽ ഏറ്റവും അഫ്ദൽ ആദ്യ സമയത്ത് നിസ്കരിക്കലാണ്, വക്ത് തുടങ്ങുമ്പോൾ നിസ്കരിക്കലാണ്. മനസ്സിലായി? ഒരാൾക്ക് ജമാഅത്തുണ്ടെങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുക്കുക. പക്ഷെ ജമാഅത്ത് വെക്കൽ നല്ലതെന്താണ്? വക്തിൻ്റെ ആദ്യത്തിനാണ്. വക്തിൻ്റെ തുടക്കമുണ്ട്, വക്തിൻ്റെ ഒടുക്കമുണ്ടല്ലോ. ഓരോ നിസ്കാരത്തിനും വക്ത് തുടങ്ങുന്ന നേരമുണ്ട്, അവസാനിക്കുന്ന നേരമുണ്ട്.
ആദ്യം വെക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇശാ വൈകിപ്പിക്കലാണ് സുന്നത്ത്. ഇശാ ഇപ്പോൾ ഒരു മസ്ജിദിൽ ജമാഅത്തുണ്ട്, അവിടുത്തെ ആളുകളൊക്കെ തമ്മിലൊരു ഇത്തിഫാഖ്, നമുക്ക് കുറച്ചും കൂടി വൈകിപ്പിച്ച് നിസ്കരിക്കാം, നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വൈകിപ്പിച്ചിട്ടുണ്ട്, ഇശാ വൈകിപ്പിക്കും. പക്ഷേ അല്ലാത്തത് ഏറ്റവും ശ്രേഷ്ഠം എന്താണ്? വക്തായാൽ ഉടനെ നിസ്കരിക്കാനാണ്. ജമാഅത്തുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാതെ വേറെ കാര്യം. പക്ഷേ ഒറ്റക്കോ മറ്റോ നിസ്കരിക്കേണ്ടി വന്നാൽ വേഗം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ശരി, പറഞ്ഞു വന്നത് ഫജ്റിൻ്റെ സമയം ആരംഭിക്കുന്നതോടെയാണ് നോമ്പിൻ്റെ സമയം ആരംഭിക്കുക. അതിനു മുന്നേ ഭക്ഷണം കഴിച്ചിരിക്കണം, അതിനു മുന്നേ അത്താഴം കഴിച്ചിരിക്കണം. ആ സമയത്ത് അത്താഴം വൈകിപ്പിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ആ സമയത്ത് ദുആ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നടത്താനും മറക്കാതിരിക്കുക. നോമ്പിൻ്റെ ആദാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിന്നലും കുടിക്കലും ഒഴിവാക്കുക എന്നത് മാത്രമല്ല നോമ്പ് എന്ന് മനസ്സിലാക്കലാണ്. ചില സലഫുകൾ പറഞ്ഞു അത് നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. സലഫുകളിൽ ചിലർ പറഞ്ഞു താമു ഷറാബ് ഒഴിവാക്കുക നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് എന്ന്. യഥാർത്ഥത്തിൽ അവയവങ്ങൾക്ക് മുഴുവൻ നോമ്പായിരിക്കണം എന്നാണ്. ജാബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, നീ നോമ്പെടുക്കുന്ന ദിവസം നോമ്പെടുക്കാത്ത ദിവസം ഒരുപോലെ ആകരുത്, നോമ്പുള്ള ദിവസം നിൻ്റെ നോമ്പില്ലാത്ത ദിവസം നീ ഒരുപോലെ ആക്കരുത് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ലം യദഅ ഖൗല الزൂരി വൽഅമല ബിഹി വൽജഹല ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ طعامه വശറാബഹ. ഒരാൾ മോശമായ വാക്കും മോശമായ പ്രവൃത്തിയും അവിവേകവും വിവരക്കേടും ഒന്നും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ തിന്നുന്നതും കുടിക്കുന്നതും ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ല. അള്ളാഹുവിന് അവൻ്റെ പട്ടിണിയും അവൻ്റെ ദാഹവും ഒരാവശ്യവുമില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം നോമ്പെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് തഖ്വ എന്ന് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു നോമ്പിൻ്റെ ആയത്തിൽ പറഞ്ഞത് എന്താണ്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയത് എന്നാണ്. അതെങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കി. കാരണം നോമ്പിൽ അള്ളാഹു തിന്നരുത്, കുടിക്കരുത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞു. ഒരാളുടെ മുന്നിൽ നോമ്പെടുത്ത ഒരാളുടെ മുന്നിൽ അയാൾ തൻ്റെ വീട്ടിൽ ഒറ്റക്കാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ തൻ്റെ റൂമിൽ ഒറ്റക്കാണ്. അയാളടുത്ത് ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ ഒരു കുട്ടി കാണാനില്ല, ഒരാളും അറിയാനില്ല. നോമ്പുകാരൻ എന്നാലും വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. എന്തുകൊണ്ട്? അവൻ്റെ നോമ്പ് മുറിയും, ഒരാളും അവനെ കാണുന്നില്ല. ഇതാണ് സുബ്ഹാനല്ലാഹ് യഥാർത്ഥത്തിൽ ജീവിതം. അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്തിനു വേണ്ടി? ഏറ്റവും നല്ല സന്തോഷത്തിൽ നിൻ്റെ നോമ്പ് തുറ മഗ്രിബിനുണ്ട് എന്നതുപോലെ വലിയ ഫിത്ർ സ്വർഗത്തിൽ നിനക്കുണ്ട്, വലിയ ഫിത്ർ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, രണ്ടവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, വസ്ബിർ സാഅതൻ ലിസമാനി, നീ ഒരു കുറച്ചു കാലം ക്ഷമിക്കുക, ലിസമാൻ, അവസാനിക്കാത്തൊരു കാലത്തേക്ക് വേണ്ടി. നോമ്പിൽ അതുപോലെ ഒരു സമയമാണ് അള്ളാഹു നിശ്ചയിച്ച ഒരു സമയം. ആ സമയത്ത് ഇന്നത് തിന്നരുത്, കുടിക്കരുത്, ഇന്നത് ചെയ്യരുത്. നിനക്ക് ഫിത്ർ വരാനുണ്ട്. ജീവിതം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, ആ തഖ്വ നമ്മളിങ്ങനെ പഠിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ. ഈ ദുനിയാവിൽ അള്ളാഹു ഇന്നത് ചെയ്യരുത്, ഇന്നത് ഇങ്ങനെ സമ്പാദിക്കരുത്, ഇങ്ങനെ പറയരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ തിന്നരുത്, കുടിക്കരുത്. മറിച്ച് അള്ളാഹു ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജീവിതം മുഴുക്കെ. അള്ളാഹു ആകട്ടെ മുഴുവൻ നിനക്ക് തരാതിരുന്നിട്ടില്ല. എന്നോട് സന്യാസം സ്വീകരിക്കണം, കാട്ടിപ്പോയി ജീവിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. നിനക്ക് ഭക്ഷണം അള്ളാഹു അനുവദിച്ചു, വെള്ളം അനുവദിച്ചു, വിവാഹബന്ധം അനുവദിച്ചു. എന്നാൽ അള്ളാഹു നിനക്ക് ഷർറാകുന്ന ചില കാര്യങ്ങൾ വിലക്കി. എന്തിന്? ഇതെല്ലാം, ഇതിൻ്റെ എല്ലാം ഏറ്റവും പരിപൂർണമായ ഖൈറുകൾ, നിഅമത്തുകൾ, തീരാത്ത അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നൽകാൻ വേണ്ടി. യഥാർത്ഥ ഫിത്ർ, മുഅ്മിൻ്റെ ഫിത്ർ എവിടെയാണ്? മുഅ്മിൻ്റെ നോമ്പ് തുറ അതെവിടെയാണ്? അത് സ്വർഗത്തിലാണ്, ദുനിയാവിലല്ല. ഇതാണ് യഥാർത്ഥത്തിൽ നോമ്പിലെ തഖ്വയുടെ പാഠം എന്ന് പറയുന്നത്. ഇത് ജീവിതത്തിൽ, ബാക്കി ജീവിതത്തിൽ അള്ളാഹു കൽപ്പിച്ച് ചെയ്യുക, അള്ളാഹു വിലക്കിയത് ഉപേക്ഷിക്കുക എന്നത് പാലിച്ചാൽ അതാണ് നോമ്പിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ കാന യൗമു സൗമി അഹദിക്കും, നിങ്ങൾ ആരുടെയെങ്കിലും നോമ്പിൻ്റെ ദിവസമായാൽ ഫലാ യർഫുസ്, അവൻ അശ്ലീലം പറയരുത്. വല യസ്ഖബ്,
അവൻ ഒച്ചയിടരുത്. ഒച്ചയിടുന്ന പറഞ്ഞാൽ ഇങ്ങനെ മോശമായ വാക്കുകൾ പറയുക. ഫൈൻ സാബഹു അഹദ്, ആരെങ്കിലും അവനെ ചീത്ത പറഞ്ഞാൽ, ഔ ഖാതല, അല്ലെങ്കിൽ അവനോട് പോരടിക്കാൻ വന്നാൽ, ഫൽയഖുൽ, അവൻ പറയുക, ഇന്നിമ്രുഉൻ സായിം, ഞാൻ നോമ്പുകാരനാണ്. ആവർത്തിക്കുക എന്ന് ചില ഹദീസുകളിൽ കാണാം. മനസ്സിലായില്ലേ? ഒന്നുകിൽ നീ അത് നിൻ്റെ ഉള്ളിൽ പറയുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകളോട് അവനോട് തന്നെ പറഞ്ഞാൽ അവനുകൂടി ആ ബോധമുണ്ടാകും. അവൻ നോമ്പുകാരനാണെങ്കിൽ അവനത് ബോധമുണ്ടാകുമെങ്കിൽ അങ്ങനെ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് റിവായത്തിൽ കാണാം, ഇദാ അസ്ബഹ അദുക്കും യൗമൻ സായിമൻ, നിങ്ങളിൽ ആരെങ്കിലും നോമ്പുകാരനായാൽ, ഫലാ യർഫുസ്, അശ്ലീലം പറയരുത്, ചീത്ത വാക്കുകൾ പറയരുത്, വലാ യജ്ഹൽ, വിവരക്കേട് അവിവേകം പറയരുത്, ഫൈനിമ്രുഉൻ ശാതമഹു ഔ ഖാതല, ആരെങ്കിലും അവനോട് വഴക്കിടാനോ പോരടിക്കാനോ വന്നാൽ, ഫലിയഖുൽ, അവൻ പറയുക, ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇപ്പോൾ നോക്കൂ, നോമ്പിൻ്റെ ആദാബുമായി, നോമ്പിൻ്റെ മര്യാദകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് വരുന്ന ദർസിൽ നോമ്പിലെ ഈമാനിക പാഠങ്ങൾ എന്ന് പറയുന്ന വിഷയങ്ങൾ നമുക്ക് സാധിക്കുമെങ്കിൽ സംസാരിക്കാം. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم بلغنا رمضان ووفقنا فيه للصيام والقيام وقراءة القرآن وتقبلها منا يا رب العالمين. صلى الله وسلم على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.